150 ഇന്ന് നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമാണ്. ഉത്സവത്തിന് 2ാം ദിവസമാണ്. ഇന്നലെ ചാറ്റും വിളക്കും അങ്ങനെ എന്തോ അത് മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് അന്നദാനം, പൊങ്കാല കഴിഞ്ഞ് ഇനി അന്നദാനത്തിന് പോകണം. ദാ ഈ കാണുന്ന സ്റ്റെപ്പൊക്കെ കയറി വേണം കേട്ടോ അമ്പലത്തിലോട്ട് പോകാൻ. ആദ്യത്തെ 5 സ്റ്റെപ്പ് എന്നിട്ട് ബാക്കി ഓടിക്കയറാന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ ഓടുന്നത്. അവിടുന്ന് ഒരു 10 സ്റ്റെപ്പ് ഓടിക്കയറിയപ്പോഴേ എന്റെ കിളി പോയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയും സ്റ്റെപ്പെല്ലാം വലിഞ്ഞേറി അവസാനം അമ്പലത്തിന്റെ ഉച്ചനാങ്കൊമ്പിലെത്തി. ദാ ഈ കാണുന്ന വലിയ ആൽമരത്തിന്റെ ചോട്ടിലാണ് കേട്ടോ ശിവനെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെന്നപ്പോഴേ അന്നദാനമൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പയ്യന്മാരൊക്കെ വിളമ്പാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അച്ചാർ, അവിയൽ, തോര എല്ലാത്തിലും ആള് കയറിയിട്ടുണ്ട്. എന്തോന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് ഇന്നപ്പോഴോട് ചേട്ടൻ ചോറിന്റെ തവി എടുത്ത് എന്റെ തന്നത്. അങ്ങനെ ചോറിൽ നിന്ന് റിട്ടയറായി ഞാൻ നേരെ പച്ചടിയിലോട്ട് പോയി. പച്ചടി വിളമ്പിക്കൊണ്ട് നിന്നപ്പോഴാണ് വീട്ടിൽ ബുക്ക് ചെയ്ത ഫർണിച്ചറൊക്കെ വന്നെന്ന് പറഞ്ഞ് കോള് വന്നത്. നേരെ 2 പയ്യന്മാരെ വിളിച്ച് വീട്ടിലോട്ട്. അങ്ങനെ ബുക്ക് ചെയ്ത ഫർണിച്ചറുമായിട്ട് വണ്ടി എന്തായാലും വീട്ടിന്റെ അവിടെ എത്തി. ഇതെല്ലാം കൂടി താഴെ ഇറക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് കേട്ടോ അടുത്ത ടാസ്ക്. അങ്ങനെ അച്ചാർ വിളമ്പിക്കൊണ്ടിരുന്നവന്മാരെ കൊണ്ട് സോഫയും ഫർണിച്ചറും എല്ലാം ഇറക്കി താഴെ വെച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടാ. ഒരു അലമാര, ഡ്രസ് സ്റ്റാൻഡ്, ഫാൻ, ടീപ്പോ, പിന്നെ ഒരു സോഫയും. അങ്ങനെ സക്സസ്ഫുള്ളി എല്ലാം വീട്ടിലാക്കിയിട്ട് നേരെ അമ്പലത്തിലോട്ട്. ആ സാധനങ്ങൾ ഫുള്ള് ഇറക്കി വെച്ചോണ്ടാണെന്ന് തോന്നുന്നു. വയറ്റിൽ നല്ല വിശപ്പടിച്ചിട്ടുണ്ട്. അങ്ങനെ സദ്യയിലെ എല്ലാ കറികളും കൂട്ടി ഇന്നൊരു പൊടി. സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം നിർബന്ധം. അപ്പൊ നേരെ മലയിറങ്ങി വീട്ടിലോട്ട്. അപ്പൊ പിന്നെ കുറച്ച് കാര്യം കുറച്ച് സമയം. ബായ്.